ഇറാനിൽ ഉണ്ടായിരുന്നത് ഒരു സ്വേച്ഛാധിപത്യ ഭരണം തന്നെയായിരുന്നു. അവിടെയുള്ളവർക്ക് പല മനുഷ്യാവകാശ ലംഘനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിരുന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു, മതത്തിന്റെ നിയമങ്ങളായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇനി ഇറാനിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നതാണോ അതോ പഴയ റെജീം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഭരണമായിരുന്നോ അവിടുത്തെ ജനങ്ങൾക്ക് നല്ലത്? സദാം ഹുസൈൻ ഉണ്ടായിരുന്ന കാലത്ത് ഇറാഖ് എങ്ങനെയാണ് കിടന്നിരുന്നത്? ഗദ്ദാഫി ഉണ്ടായിരുന്ന കാലത്ത് ലിബിയ എങ്ങനെയാണ് കിടന്നിരുന്നത്? പഴയ സിറിയ എങ്ങനെയാണ് കിടന്നിരുന്നത്? ഇന്ന് ഈ രാജ്യങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്? അത് തന്നെയാണ് ഇറാനിലും അമേരിക്ക ചെയ്യാൻ പോകുന്നത്. അമേരിക്കയ്ക്ക് ഇറാനിൽ ഒട്ടും പിഴച്ചിട്ടില്ല. ഈ കാണുന്നതൊക്കെ ട്രംപിന്റെ ഓരോ കോമാളിത്തരങ്ങൾ മാത്രമാണ് എന്നൊക്കെ പറയുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു നോക്കുക. ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് നിയന്ത്രിച്ചിരുന്നത് ആരാണ്? ആരും നിയന്ത്രിച്ചിരുന്നില്ല. അത് തുറന്നു കിടന്നിരുന്ന, ആർക്കും സൗജന്യമായിട്ട് സഞ്ചരിക്കാൻ കഴിയുമായിരുന്ന ഒരു ഇന്റർനാഷണൽ സീ റൂട്ടാണ്. എന്നാൽ ഇന്ന് അത് ഇറാനാണ് കൺട്രോൾ ചെയ്യുന്നത്. അമേരിക്ക യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇറാൻ അല്ലായിരുന്നു കൺട്രോൾ ചെയ്യുന്നത്. ഇന്ന് ഇറാനാണത് കൺട്രോൾ ചെയ്യുന്നത്. ആർക്കാണ് അവിടെ വിജയം? മറ്റൊരു കാര്യം, യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇറാന്റെ ഓയിൽ സാങ്ഷൻഡ് ആയിരുന്നു, ഉപരോധത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഓയിൽ അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ വിൽക്കാനായിട്ട് സാധിക്കും. അമേരിക്ക പോലും അതിനെ തടയുന്നില്ല, ഇറാന്റെ എണ്ണയും കൊണ്ട് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നില്ല. അതിന് IRGC ഒരു ഓയിൽ ടാങ്കർ ഉണ്ടാക്കി കൊണ്ടുപോയാലും ആരും, പ്രത്യേകിച്ച് അമേരിക്ക, അതിനെ തൊടില്ല. കാരണം എണ്ണയുടെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ വിപണിയിലേക്ക് ഇറാന്റെ ഓയിൽ ഇറങ്ങേണ്ടത് അമേരിക്കയുടെയും കൂടെ ആവശ്യമാണ്. റഷ്യൻ ഓയിലിനും ഇതുപോലെ തന്നെ കുറേ ഉപരോധങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇന്ന് ഇറാന്റെയോ റഷ്യയുടെയോ ഒക്കെ ഓയിലിന് കാര്യമായ ഒരു സാങ്ഷൻസും ഇല്ല. ഇതാരുടെ വിജയമാണ്? ഇറാൻ എന്ന് പറയുന്ന രാജ്യം ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാക്കിയാൽ ഇസ്രായേലിൽ പ്രയോഗിക്കുമെന്നുള്ള ആ ഒരു ആശങ്കയോടെയാണ് ഈ കാര്യങ്ങളെല്ലാം ധൃതി കൂട്ടി ഇസ്രായേൽ ഇതിലേക്ക് ഇറങ്ങുന്നതും അമേരിക്ക പുറകെ പോകുന്നതും ഒക്കെ. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇറാൻ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുമെന്നുള്ളൊരു സാഹചര്യമാണ്. മുജ്തബ ഖമേനി പരിക്കുകളൊക്കെ ഭേദപ്പെട്ട് ഇങ്ങനെ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നടക്കുന്ന വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് ഉറപ്പായിട്ടും അവർക്ക് നിലനിൽക്കണമെങ്കിൽ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കിയേ തീരൂ എന്നുള്ളൊരു അവസ്ഥയാണ്. ആയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചു, അവിടുത്തെ റെജീം മാറിയിട്ടില്ല. മുജ്തബ ഖമേനി കൊല്ലപ്പെട്ടാലും അടുത്തയാൾ ഇതുപോലെ തന്നെ കയറുന്നു. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ. അവർ മുൻപേ തന്നെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഏത് നേതാവ് കൊല്ലപ്പെട്ടാലും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇറാൻ ആകെ പപ്പടം പോലെ താർന്നു പോയി. ഇനി അവർക്ക് ന്യൂക്ലിയർ ആയുധം പോയിട്ട് പണ്ട് പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നെ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ട്രംപ് ഇപ്പോൾ വെച്ചിരിക്കുന്ന, അതിൽ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡുകളിൽ ഒന്ന് ഇറാൻ ആണവായുധ പദ്ധതികളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുക എന്നുള്ളതാണ്. ട്രംപ് അങ്ങനെ പറയണമെങ്കിൽ അവിടെ ഇത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധം ലോകത്തെമ്പാടും ആളുകളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് എങ്ങനെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് വുൾഫ് എന്ന ഒരു അമേസിംഗ് ആപ്പ് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ അതിവേഗം വളരുന്ന സെബിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണിത്. വിപണി ഉയർന്നാലും താഴ്ന്നാലും നിങ്ങൾക്ക് ഇവിടെ ട്രേഡിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ഒരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനം ഉണ്ടാക്കാം എന്ന് വ്യക്തിപരമായിട്ട് പോലും നിങ്ങളെ സഹായിക്കുന്ന സെബിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റുകളുടെ, എക്സ്പെർട്ടുകളുടെ ഒരു വിദഗ്ധ സംഘവും അവർക്കുണ്ട്. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചർ കാണാം. ഒരൊറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന മാർക്കറ്റിൽ സംഭവിക്കുന്ന ലാഭകരമായ ട്രേഡുകൾ ഇത് കാണിച്ചു തരുന്നു. ഇവിടെ നിങ്ങൾക്ക് ചെറിയ തുകകൾ ഉപയോഗിച്ച് പോലും ട്രേഡ് ചെയ്യാം. മറ്റു പല പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ ഇതിന്റെ 3 ഇരട്ടി പണം ആവശ്യമായിട്ട് വരാറുണ്ട്. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ഇൻബിൽറ്റ് സ്മാർട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഇവിടെയുണ്ട്. നിങ്ങളുടെ ട്രേഡ് ഒരു നിശ്ചിത ലോസ് ലെവലിൽ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആകുന്നു. അങ്ങനെ വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു. ഇവരുടെ ബ്രോക്കറേജ് ഫീസും ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാം. ഇത് നോക്കുക, ആളുകൾ ഒരു ദിവസം കൊണ്ട് 11,850 രൂപ, ഒരു മാസത്തിൽ 70,468 രൂപ, ഒരു വർഷത്തിൽ 5,03,940 രൂപ എന്നിങ്ങനെ ലാഭം ബുക്ക് ചെയ്തു. നിങ്ങൾക്കിവിടെ കമ്മോഡിറ്റീസും ട്രേഡ് ചെയ്യാം. ഗോൾഡ്, സിൽവർ, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഇവിടെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് വുൾഫ് നിങ്ങൾക്ക് ഫ്രീ ട്രേഡ് റെക്കമെൻഡേഷൻസും നൽകുന്നുണ്ട്. കൂടാതെ ഈ ലാഭത്തിനൊന്നും മാർക്കറ്റ് വുൾഫ് യാതൊരുവിധ കമ്മീഷനും ഈടാക്കുന്നില്ല. മാർക്കറ്റ് വുൾഫിന് ഇതിനകം 2 മില്യണിലധികം ഡൗൺലോഡ്സ് ആണുള്ളത്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് വുൾഫ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നാലാമത്തെ ഒരു കാര്യം, യുദ്ധത്തിന് മുൻപ് മിഡിൽ ഈസ്റ്റിലെ GCC രാജ്യങ്ങളിലുള്ള പല US ബേസുകളും ഒക്കെ ഒരു അസറ്റ് ആയിരുന്നുവെങ്കിൽ ഇന്നത് അമേരിക്കയ്ക്ക് പോലും ലയബിലിറ്റീസ് ആയിട്ട് മാറിയിരിക്കുകയാണ്, ബാധ്യതകളായിട്ട് മാറിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം ചിന്തിച്ചു നോക്കുക. സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ഈ രാജ്യങ്ങളൊക്കെ US ബേസുകൾ അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അതേ US ബേസുകൾ കാരണമാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. അതായത് US ബേസുകൾ അവിടെ ഉള്ളത് അവരുടെ സുരക്ഷിതത്വമല്ല, അവരുടെ സുരക്ഷിതത്വം കളയുകയാണെന്നുള്ളൊരു സാഹചര്യം. അവരുടെ പണം നഷ്ടപ്പെടുകയാണ്, അവരുടെ ബിസിനസ് നഷ്ടപ്പെടുകയാണ്.
അവിടെയുള്ള നാച്ചുറൽ റിസോഴ്സസ് പോലും നല്ല രീതിയിൽ അവർക്കിപ്പോൾ പഴയതുപോലെ വിറ്റ് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നു. UAE പോലെയുള്ള രാജ്യങ്ങൾക്കുണ്ടായ നഷ്ടം അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട്. അതായത് ഓയിലും ഗ്യാസും ഒക്കെ വിൽക്കുന്നത് മാത്രമല്ല, ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലേക്ക് അതിലെ പോകുന്ന കപ്പലുകൾക്ക് വലിയ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നുള്ളതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കൊടുക്കാൻ കമ്പനികൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോർട്ടുകൾക്ക് പോലും വലിയ നഷ്ടമുണ്ടാകുന്നു. ഇറാൻ അതിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ UAEയുടെ കപ്പലുകൾക്ക് പോലും ടോൾ ഇറാന് കൊടുത്തുകൊണ്ട് പോകണമെന്നുള്ളൊരു അവസ്ഥ വന്നാൽ UAE തന്നെ നേരെ യുദ്ധത്തിലേക്ക് ഇറങ്ങുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. GCC രാജ്യങ്ങൾ ആകെ തകർച്ചയിലേക്ക് പോവുകയാണ്. ഉയർന്നുകൊണ്ടിരുന്ന സമ്പന്നതയിൽ ഉണ്ടായിരുന്ന ഗൾഫ് രാജ്യങ്ങളുടെ ഭാവി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതാണ് ഈ യുദ്ധത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. ഇത് വിജയമാണോ? ഗൾഫ് രാജ്യങ്ങളിലും അല്ലെങ്കിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലും ഒക്കെ ഇൻഫ്ലേഷൻ പിടിച്ചു നിൽക്കപ്പെടുകയും അല്ലെങ്കിൽ പലയിടത്തും ഡിക്ലൈനും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ കൂടുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില 50% ഇരട്ടിയോളം കൂടുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ. ഒരു ഗ്യാലൻ ഗ്യാസോലിന് $2 ഉണ്ടായിരുന്നത് പെട്ടെന്ന് $4 ആവുന്നു. ഇനിയും കൂടാൻ പോകുന്നു. അമേരിക്കൻ ഓയിൽ കമ്പനികൾക്ക് മാത്രമാണ് ലാഭം. ഇത് അമേരിക്കയുടെ വിജയമാണോ? അമേരിക്ക വലിയ സൈനിക ശക്തിയാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് കഴിയുന്നില്ല? അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ എന്തുകൊണ്ട് ഇതിന് അകമ്പടി പോകുന്നില്ല? ട്രംപ് അങ്ങനെ പോകുമെന്നൊക്കെ പറഞ്ഞതാണ്. നിങ്ങളൊന്നും പേടിക്കണ്ട, ഞങ്ങൾ കടത്തി വിട്ടോളാം ഇറാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ. എന്തുകൊണ്ട് അമേരിക്ക പോകുന്നില്ല? കാരണം അമേരിക്കൻ കപ്പലുകൾ കടലിൽ ആഴ്ന്നു പോയാൽ അവർക്ക് അത് വലിയ നാണക്കേടാണ്. ഹോർമൂസിലൂടെ നടന്നിരുന്ന ഓയിൽ വ്യാപാരങ്ങളിൽ പകുതിയും ഇല്ലാതായിരിക്കുകയാണ്. ട്രംപ് അത്തരം ഓയിൽ ടാങ്കറുകളുടെ ക്യാപ്റ്റന്മാരോട് പറഞ്ഞത് കുറച്ച് ഗട്ട്സ് കാണിക്കാൻ. അതായത് നിങ്ങളിങ്ങനെ പേടിക്കാതെ, ഡ്രോണൊക്കെ വരും, നിങ്ങൾ ഓടിച്ചുകൊണ്ട് പോകും എന്നുള്ള ഉപദേശങ്ങളൊക്കെയാണ് ട്രംപ് കൊടുക്കുന്നത്. എത്ര വിരോധാഭാസമാണ്. ട്രംപ് ആകട്ടെ പകരം അവിടെ ഇരുന്ന് നാറ്റോ രാജ്യങ്ങളെ തെറി പറയുന്നു. നീയൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം? ബ്രിട്ടനും സ്പെയിനും ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. നാറ്റോ എങ്ങനെയാണ് ട്രംപ് തന്നെ വെറുപ്പിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്, പറഞ്ഞതാണ്. UAE എന്ന് പറയുന്ന രാജ്യത്തിന് കിട്ടുന്ന പണി എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തെ തന്നെ ഒരു AI ഹബ്ബും കൂടെ ആകാനായിട്ട്, AI ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഭാവിയിലെ ഒരു ഓയിൽ റിഫൈനറിയേക്കാളോ അല്ലെങ്കിൽ ഓയിൽ റിസർവിനേക്കാളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പിന്നീട് മനസ്സിലാവും. അങ്ങനെ UAE ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ആമസോണിൻ്റെയൊക്കെ AWS, ആമസോൺ വെബ് സർവീസ് എന്ന് പറയുന്ന ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയ ഉണ്ട്. അതുപോലെ സമീപത്തായിട്ട് ഒരുപാട് ക്ലൗഡ് സെർവറുകളൊക്കെയുള്ള കമ്പനികൾ ആ മേഖലയിൽ ഇറാൻ ആക്രമണം നടത്തി. അതായത് UAEയിൽ ഇതൊന്നും സേഫ് അല്ല എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഈ പറയുന്ന ഓപ്പൺ AI ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ഇങ്ങനെയുള്ള കമ്പനികളൊന്നും AI മേഖലയിലാണെങ്കിലും UAEയിൽ ഇനി പണം മുടക്കാനായിട്ട് സാധ്യതയില്ല. അതെല്ലാം ഷട്ട് ഡൗൺ ആയി പോയെന്നുള്ളതാണ്. അതായത് ഡ്രോൺ ആക്രമണം മാത്രമല്ല, അവർ സൈബർ ആക്രമണം നടത്തി. UAE ഒക്കെ എത്ര ദീർഘവീക്ഷണത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതും മുരടിച്ചു പോവുകയാണ് ഈ പറയുന്ന അമേരിക്കയുടെയൊക്കെ ഓരോ കയ്യിലിരിപ്പ് കാരണം. അമേരിക്കയും ഇസ്രായേലും ഇറാനായിട്ട് അടിക്കുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നത് GCC ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ UAEയിൽ വലിയൊരു സൈബർ ആക്രമണം നടന്നു. അതായത് ഈ മിസൈൽ അലർട്ടാണ് എന്നുള്ള രീതിയിൽ പല ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ഒക്കെ ഒരു മെസ്സേജ് പോലെയൊക്കെ വരികയും അതൊരു ട്രോജൻ AI പ്രോഗ്രാം ആയിരുന്നു. അത് ഡൗൺലോഡ് ചെയ്ത ആളുകളുടെ എല്ലാം ഫോണുകളും കമ്പ്യൂട്ടറും ഒക്കെ അതിലെ GPS ഡേറ്റകളൊക്കെ ആക്സസ് ചെയ്തുകൊണ്ട് ഇറാന് കൂടുതൽ ആക്രമണം നടത്താൻ പറ്റുന്ന ചാര ഉപകരണങ്ങളായിട്ട് അറിയാതെ ഈ UAE പൗരന്മാരുടെയൊക്കെ കൈവശമുള്ള മൊബൈൽ ഫോണുകളൊക്കെ മാറി. അതിൽ ഏറ്റവും കൗതുകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രോജൻ ആക്രമണം നടത്തിയതെന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല, AI തന്നെയാണ്. അതായത് അവിടുത്തെ പ്രാദേശിക ഭാഷകളും മറ്റുമൊക്കെ അനുകരിച്ചുകൊണ്ട് പോലും AI ഉപയോഗിച്ചുകൊണ്ട് സൈബർ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത് ഇറാൻ എങ്ങനെയാണ് സാധിച്ചത്? തീർച്ചയായിട്ടും അത് ചൈനയുടെ പണിയാണ് എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. അതായത് ഒളിഞ്ഞിരുന്നുകൊണ്ട് ചൈനയും റഷ്യയും ഒക്കെ ഇറാനെ വെച്ചുകൊണ്ട് അമേരിക്കയ്ക്കിട്ട് പണിയുന്നതാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. UAEയിൽ ഉണ്ടായിരുന്ന AI ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ ക്ലൗഡ് സെർവറുകളൊക്കെ ഇരിക്കുന്ന, ഫിസിക്കൽ സെർവറുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആക്രമണം നടത്തിയത് ഡ്രോണുകൾ മാത്രമല്ല, സൈബർ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അത് നടത്തിയത് AI പ്രോഗ്രാംസ് തന്നെയാണ്. AI ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത് AI തന്നെയാണ്. വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ മാർക്കറ്റ് വുൾഫ് ആപ്ലിക്കേഷനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാർക്കറ്റ് വുൾഫ് ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം 2 മില്യണിലധികം ഡൗൺലോഡ്സ് കടന്നിരിക്കുന്നു. അതിനാൽ മാർക്കറ്റ് വുൾഫ് ഉപയോഗിച്ച് നിങ്ങളുടെ ട്രേഡിംഗ് യാത്രകൾ ആരംഭിക്കുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക.